നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് ലോകത്താകമാനം പടർന്നു പിടിച്ചതോടെ ഗൾഫിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വലിയ വാർത്തയായിരുന്നു. ഉറ്റവരുടെ ഉയിരറ്റ മൃതദേഹം കടൽ കടന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അവരെ അനുഗമിക്കാൻ കൂടി കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. സ്വന്തം കണ്ണീർ അടക്കി പിടിച്ച് കഴിയേണ്ട ഒരു സാഹചര്യമാണ് ബന്ധുക്കൾക്ക് എന്നുള്ളതാണ്. നൊമ്പര ഭൂമിയായി ഇങ്ങനെ ഗൾഫ് നാടുകൾ മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏറെ സങ്കടകരമായ ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ്. പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശി ചമക്കാല വിളയിൽ ജോമി ജോർജിൻ്റെയും ജെൻസിൻ ജോർജിൻ്റെയും മകൻ ജുവൽ അർബുദത്തെ തുടർന്ന് മരിച്ചിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാതെ ജുവൻ ഒറ്റയ്ക്ക് അന്ത്യയാത്ര നടത്തുകയാണ് നാട്ടിലേക്ക്. വളരെ സങ്കടകരമായ ഒരു കാര്യമായി മാറുകയാണ്. ഒരിക്കൽ പോലും അച്ഛൻ അരികിൽ നിന്നും പിരിഞ്ഞു നിൽക്കാതെ എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്ന മകൻ ഇപ്പോൾ മരണത്തിൽ ഒറ്റയ്ക്കാണ് യാത്രയാകുന്നത്. കളിച്ചിരികളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് അവൻ നാട്ടിലേക്ക് യാത്രയാവുകയാണ്. അത് കണ്ട് കണ്ണീരണിയാനല്ലാതെ നിസ്സഹായരായി നിൽക്കുകയാണ് അച്ഛനും അമ്മയും. എന്തായാലും ഈ ഒരു സാഹചര്യത്തോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ അച്ഛൻ ജോമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. അതിലേറെ വേദനയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം, ജീവനറ്റ അവൻ്റെ മൃതദേഹം ഒരു അനാഥനെ പോലെ ചരക്ക് വിമാനത്തിൽ നാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അതിനെല്ലാം വളരെ സങ്കടത്തോടെയാണ് ബന്ധുക്കൾ കാണുന്നത്. ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് പുറത്തുവിടാതിരുന്ന പൊന്നോമന മകനെയാണ് ഇപ്പോൾ മരണത്തിനൊപ്പം തനിയെ ഒരു ചരക്ക് വിമാനത്തിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. അത്യന്തം വേദനാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് ഇത്. ഇങ്ങനെയേ സാധ്യമാവുകയുള്ളൂ, ഇത് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് ചുറ്റും കൂടിയവർ വിവരിച്ച് നൽകുമ്പോഴും ആ അച്ഛൻ ഇതൊന്നും ഉൾക്കൊള്ളാനാകാതെ വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മകൻ എങ്ങനെ ഒറ്റയ്ക്ക് പോകും എന്നാണ് അച്ഛൻ അപ്പോഴും ചോദിക്കുന്നത്. ഷാർജ ജെംസ് മില്ലേനിയം സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി 16-കാരൻ ജുവൽ ജോർജിൻ്റെ മരണമാണ് ഇപ്പോൾ വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രവാസ ലോകത്തെ വളരെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയായി അത് മാറുകയാണ്. അതുപോലെ തന്നെ ഹൃദയാഘാതം കാരണം ദുബൈയിൽ മരിച്ച തൃശ്ശൂർ ഒല്ലൂർ സ്വദേശി JP ആൻ്റണിയുടെ മൃതദേഹം 14-നാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ ഭൗതിക മൃതദേഹത്തിനൊപ്പം നാട്ടിൽ പോകാനാകാതെ UAE-യിൽ തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏറെ വേദനാജനകമായി തന്നെ മാറുകയാണ്. പ്രവാസ ലോകത്തേറെ നൊമ്പരം ഉണർത്തുന്ന വാർത്തയായി ഇത് മാറുന്നുണ്ട്. രക്ഷകരായി ഒപ്പം കഴിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരം തനിയെ നാട്ടിലേക്ക് പോകുന്നത് കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ ഇവർക്ക് കഴിയുന്നുള്ളൂ. ഒരു വലിയ വേദനയിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണ് ആ അമ്മയും മക്കളും ഉള്ളത്. മരണം വേർപെടുത്തിക്കൊണ്ട് പോകുന്ന വേദന മാത്രമല്ല അവർക്കുള്ളത്, തനിച്ചായി പോകുന്ന ഒരു ഭീകരത കൂടി അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഇനി എങ്ങനെ എന്നുള്ള ഒരു ചോദ്യവും അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു സങ്കടക്കടലായി ഗൾഫ് രാജ്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ മാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന ചരക്ക് വിമാനങ്ങളിലാണ്. വിമാന സർവീസുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ. കോവിഡ് കാലത്ത് മരിക്കുന്നവരുടെ മൃതദേഹങ്ങളെ അനുഗമിക്കാൻ ബന്ധുക്കൾക്ക് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. വിധിയുടെയോ വൈറസിൻ്റെയോ ക്രൂരത എന്ന് നെടുവീർപ്പെടുന്നതിന് പകരം അന്യനാട്ടിൽ കഴിഞ്ഞവർക്ക് ഉറ്റവരുടെ വിലാപങ്ങൾ ഏറ്റുവാങ്ങി അന്ത്യയാത്രയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മൃതദേഹം കൊണ്ടുപോകുന്ന അതേ വിമാനത്തിൽ അവർക്കും ഒരിടം അവർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അനുമതി, അതിനുള്ള ആ ഒരു ഉത്തരവിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ അകലം കുറച്ചൊരു വൈറസ് ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനുമിടയിൽ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധം വലിയ ദുഃഖമായി, തീരാ ദുഃഖമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായി ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.